തണ്ണിമത്തൻ കൃഷിയിലെ 7ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തണ്ണിമത്തൻ വിളയിലെ നിരീക്ഷണം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രദമായ വിള ലഭിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ നാം നിരീക്ഷണത്തിലൂടെ ശ്രദ്ധിക്കുന്നു. വളപ്രയോഗത്തിന്റെയും ജലസേചനത്തിന്റെയും കാര്യക്ഷമമായ നിയന്ത്രണം, രോഗങ്ങളുടെയും കീടങ്ങളുടെയും താരതമ്യേന നേരത്തെയുള്ള കണ്ടെത്തൽ, മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തൽ, കാലാവസ്ഥയുമായി നമ്മുടെ കൃഷി ഏത് രീതിയിൽ പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ള വിലയിരുത്തൽ, കൂടാതെ ഏറ്റവും അത്യാവശ്യമായി ഉയർന്ന നിലവാരമുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ്. ആയതിനാൽ തണ്ണിമത്തൻ വിളകളിലെ നിരീക്ഷണം കാർഷിക വികസനത്തിനും സുസ്ഥിര കാർഷിക രീതികൾക്കും വളരെയധികം അത്യാവശ്യമാണ്. ഇവിടെ ജ്യൂസ്റ്റാർ ഫാം പല ഘട്ടങ്ങളിലായിട്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ചെടികളെല്ലാം പല സ്റ്റേജുകളിലായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും എല്ലാ ദിവസവും നമ്മുടെ നിരീക്ഷണം അത്യന്താപേക്ഷിതമാണ്. ഇത്രയൊക്കെയാണ് നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഇനി ജലസേചനവും വളപ്രയോഗവും എന്നുള്ള വിഷയവുമായി അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം